السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. വളരെ വിലപ്പെട്ട എല്ലാവർക്കും വളരെ ഉപകരിക്കുന്ന ഒരു പ്രത്യേക അറിവാണ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഒന്നും മിസ്സായി പോവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇന്നീ പറയുന്ന കാര്യം എല്ലാവരും വളരെ ഗൗരവത്തോടെ എടുക്കുകയും നാളെ മുതൽ ഇൻഷാ അല്ലാഹ് പ്രവർത്തിക്കുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റം കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഇത് ഞാൻ പറഞ്ഞതല്ല, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ്. ഏതാണ് ആ കാര്യം പറയുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ച് സ്വഹാബികളെ ഒരു യുദ്ധത്തിന് പറഞ്ഞയച്ചു. അവർ യുദ്ധത്തിന് പോവുകയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്തു. യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ അവർക്ക് വിജയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം സമ്പത്തും അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ആ സമ്പത്ത് വളരെ കൂടുതലായിരുന്നു. സാധാരണ 2 മാസം പോയി യുദ്ധം ചെയ്താലും കിട്ടാത്ത അത്ര സമ്പത്ത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ലഭിച്ചിരുന്നു. ഇത് കണ്ട് യുദ്ധത്തിന് പോകാതിരുന്ന സ്വഹാബികൾ പറഞ്ഞുപോയി, ഞങ്ങളും യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയും അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മുതൽ ലഭിക്കുന്ന ഒരു വഴി പറഞ്ഞു തരട്ടെ. ഇതിലും കൂടുതൽ, ഇതിലും കൂടുതൽ മുതൽ കിട്ടുന്ന ഒരു വഴി പറഞ്ഞു തരട്ടെ. എല്ലാവർക്കും വലിയ സന്തോഷമായി. അവർക്ക് അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവർ ഒന്നടങ്കം പറഞ്ഞു, പറയൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും ഒരാൾ സുബഹി നിസ്കരിക്കുകയും സുബഹി നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്ന് എഴുന്നേൽക്കാതെ ആ ഇരുത്തത്തിൽ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുകയും ഖുർആൻ ഓതുകയും ചെയ്താൽ അവന് ധാരാളം മുതൽ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സുബഹി നിസ്കരിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നവരാണ്. എന്നാൽ സമയമുള്ളവർ സുബഹി നിസ്കരിക്കുകയും ആ ഇരിപ്പിൽ തന്നെ ഇരിക്കുക, എഴുന്നേൽക്കാൻ പാടില്ല ഇൻഷാ അല്ലാഹ്. ആ ഇരിപ്പിൽ തന്നെ ഇരിക്കുകയും സംസാരിക്കുകയൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥിരമായി ചൊല്ലുന്ന ദിക്റുണ്ടെങ്കിൽ ആ ദിക്റ് ചൊല്ലുക. അത് ചൊല്ലിക്കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ ബാക്കി സമയത്ത് ഖുർആൻ ഓതുക, ബാക്കി ദിക്ർ ചൊല്ലുക. അതിന് പറ്റിയ ഒരു ഇസ്മാണ് യാ വഹാബ് എന്ന് ധാരാളം തവണ ആവർത്തിച്ചാൽ വലിയ സമ്പത്തിനുടമയാകും. ധാരാളം മഹാന്മാർ ചൊല്ലിയതും അവർക്ക് ഫലം കിട്ടിയതും സാധാരണ ജനങ്ങൾക്ക് വരെ ഫലം കിട്ടിയ ഒരു ഇസ്മാണ്. വളരെ പവർഫുള്ളായ യാ വഹാബ്, അത്യുദാരൻ, വാരിക്കോരി നൽകുന്നവൻ, കണക്ക് നോക്കാതെ നൽകുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാം, നിർബന്ധമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ദിക്റുണ്ടെങ്കിൽ അത് ചൊല്ലാം. ഇതിൻ്റെ എണ്ണം 238 അത് ചൊല്ലാം. ഏത് ദിക്റാലും ശരി, അവിടെ നിന്ന് എഴുന്നേൽക്കരുത്. സുബഹി സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ തന്നെ ഇരുന്നിട്ട് ചൊല്ലുക. എന്തായാലും ചൊല്ലാം. ഖുർആൻ ഓതാം, പരമാവധി ഖുർആൻ ഓതുക. അറിയുന്ന ദിക്റുകളൊക്കെ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. ഈ ഒരു കാര്യം നാളെ മുതൽ ഒരാളും വിടാതെ പിന്തുടരുക. വളരെ പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു മാറ്റം കാണാൻ സാധിക്കും. ഈ ഒരു അറിവ് നിങ്ങൾ സ്നേഹിക്കുന്നവരിലേക്ക് എത്തിക്കുക ഇൻഷാ അല്ലാഹ്. അത് കൂടുതൽ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാണ്. കാരണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അത് മറ്റുള്ളവർ പറയാതെ കുത്തിവെക്കുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ഫലം കിട്ടിയെന്ന് വരില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.